ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി ശശികല ടീച്ചർ ചേരുന്നു. ടീച്ചർ, ശബരിമല യുവതീ പ്രവേശനത്തിൽ ദേവസ്വം ബോർഡ് നിലപാട് മാറ്റിയിരിക്കുന്നു. ആചാരം സംരക്ഷിക്കണം എന്ന ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. സുപ്രീം കോടതിയിൽ നിലപാട് അറിയിക്കാനാണ് ഇപ്പോൾ പൊതുവിലുള്ള ധാരണ. ഈ ഒരു നിലപാട് മാറ്റത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇതിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട്? എത്രത്തോളം സത്യസന്ധമായിട്ടാണ് യുവതീ പ്രവേശ വിഷയത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കുന്നത്? ഹിന്ദു ഐക്യവേദി ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോ അങ്ങനെ ഒരു സത്യവാങ്മൂലം അല്ലെങ്കിൽ അവരുടെ നിലപാട് തിരുത്തുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. പക്ഷെ അത് ആത്മാർത്ഥമായ നിലപാടല്ല എന്ന് നമുക്കറിയാം. ആചാരങ്ങളോടൊപ്പം നിൽക്കണമെങ്കിൽ, വിശ്വാസികളോടൊപ്പം, ഭക്തരോടൊപ്പം നിൽക്കണമെങ്കിൽ അത് 2018 കാരണം ആ കോടതി വിധി സർക്കാരിനോടൊന്നും പറഞ്ഞിരുന്നില്ല. കോടതി വിധി നടപ്പിലാക്കി റിപ്പോർട്ട് കൊടുക്കാനൊന്നും പറഞ്ഞിട്ടുള്ള വിധിയായിരുന്നില്ല അത് കേവലം യുവതീ പ്രവേശനം തടഞ്ഞുകൊണ്ടുള്ള നിയമം അസാധുവായി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ സർക്കാരോ ദേവസ്വം ബോർഡോ ഒന്നും ചെയ്തില്ലായിരുന്നുവെങ്കിലും ഒരിക്കലും അവിടെ യുവതികൾ പ്രവേശിക്കുകയോ അല്ലെങ്കിൽ ആചാര ലംഘനം നടത്തുകയോ ചെയ്യുമായിരുന്നില്ല. അങ്ങനെ ഭക്തരാരും എത്തിയിട്ടില്ല. പക്ഷേ അങ്ങനെ വിശ്വാസികളെ, ഭക്തരെ വേദനിപ്പിക്കണം എന്നുള്ളത് അത് CPM പാർട്ടി നിലപാടായിരുന്നു. അതനുസരിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഒരു വേഷം കെട്ടിച്ചു. അന്ന് ചെയ്തതൊന്നും നമ്മൾ ആരും മറന്നിട്ടില്ല. കേരളം മുഴുവൻ കുരുതിക്കളമാക്കിയിട്ട് വന്നു. അയ്യപ്പ ഭക്തരെ ദ്രോഹിച്ചതിന് കയ്യും കണക്കൂല്ല. ഒരു പക്ഷേ ഐക്യ കേരളം നിലവിൽ വന്നതിന് ശേഷം ഒരു സമര പരിപാടിയിലും ഇതുപോലെ സമരം ചെയ്തിരുന്നവരെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള, അവരെ കൊല്ലാക്കൊല ചെയ്തിട്ടുള്ള ഒരു സമരവും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും മൃഗീയമായി അന്ന് അയ്യപ്പ ഭക്തരോട് പെരുമാറി, സാധാരണക്കാരായ അമ്മമാരോട് വരും. അപ്പോ ഭക്തരോടൊപ്പം എന്നുള്ള നിലപാട് എന്തുകൊണ്ട് അന്ന് വന്നില്ല? ഇന്നിപ്പോ ഗതികെട്ട് വന്നിരിക്കുകയാണ്. കാരണം ശബരിമല കൊള്ളയടക്കമുള്ള വിഷയങ്ങൾ പൊതുജനങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങിയപ്പോ ശരിക്കും പറഞ്ഞാൽ അവര് നഗ്നരാക്കി നിർത്തപ്പെട്ടിരിക്കുകയാണ്. ഭക്തർക്ക് മുന്നിൽ നഗ്നരാണ് എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അതിന് നേതൃത്വം കൊടുക്കുന്ന CPM ഭരണകൂടവും ഒക്കെ ഇന്ന് ഭക്തർക്ക് മുന്നിൽ നഗ്നരാക്കപ്പെട്ട അവസ്ഥയാണ്. ആ അവസ്ഥയിൽ അല്പമെങ്കിലും നാണം മറയ്ക്കാനുള്ള ഒരു ചെറിയ പരിശ്രമമാണ് ഈ നിലപാട് മാറ്റം. ഈ നിലപാട് മാറ്റം ഏതായാലും കോടതിയിൽ ഗുണം ചെയ്യും എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെ പിന്തുണയ്ക്കുന്നു. പക്ഷെ ഇത് ഒട്ടും ആത്മാർത്ഥമായ സമീപനമല്ല. ഇത് മറിച്ചൊരു തീരുമാനത്തിലേക്ക് അവർക്ക് എപ്പോൾ വേണമെങ്കിലും കൊണ്ടുപോകാം. അയ്യപ്പ ഭക്തരോട് ഒരു പ്രതിബദ്ധതയോ. ടീച്ചർ, ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ടീച്ചർ, ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത് യുവതീ പ്രവേശനത്തെ എതിർത്ത് സത്യവാങ്മൂലം നൽകും സുപ്രീം കോടതിയിൽ. ദേവസ്വം ബോർഡ് നേരത്തെയും ഈ നിലപാട് തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതൊരു കള്ളം പറച്ചിലല്ലേ? കാലത്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയാണ്. ദേവസ്വം ബോർഡ് തുടർച്ചയാണല്ലോ. ഇതിപ്പോ 3 വട്ടമല്ലേ മാറിയും മറിഞ്ഞും വന്നേക്കുന്നത്. അച്യുതാനന്ദന്റെ കാലത്ത്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, വീണ്ടും പിണറായി വിജയന്റെ കാലത്ത്. അപ്പൊ ഇത് ഭരണകൂടത്തിനനുസരിച്ച് ദേവസ്വം ബോർഡുകൾ വേഷം കെട്ടേണ്ടി വരികയാണ്. ദേവസ്വം ബോർഡിന് അന്ന് ഈ നിലപാടുണ്ടെങ്കിൽ എന്തുകൊണ്ട് 2018 അത് എടുക്കേണ്ടിയിരുന്നത്? അന്ന് എന്തുകൊണ്ട് എടുക്കാൻ സാധിച്ചില്ല? അപ്പോൾ വെറുതെയാണ് ഇത് ഓട്ടോണമസ് ബോഡിയാണ് എന്നൊക്കെ പറഞ്ഞ് സ്വയംഭരണാധികാരം ഉണ്ടെന്നൊക്കെ പറയുന്നത് ഒരു മേനി പറച്ചിലാണ്, ഒരു അലങ്കാരം മാത്രമാണ്. അവർക്കൊരു സ്വയംഭരണാധികാരവും ഇല്ല. അതാത് കാലത്ത് ഭരിക്കുന്നവരുടെ താല്പര്യം എന്തോ അതിനനുസരിച്ച് കുഴലൂത്ത് നടത്താൻ മാത്രമേ ഇവർക്ക് അധികാരമുള്ളൂ. അപ്പോ ആ 2018 ഇതൊക്കെ കാട്ടിക്കുട്ടിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെയല്ലേ. ഇപ്പൊ എങ്ങനെയാണ് പെട്ടെന്ന് മാറ്റം വന്നത്? ആ മാറ്റം വരാനുണ്ടായ കാരണം എന്താ? അപ്പൊ ഇപ്പോ CPM ഒരു പാഠം പഠിച്ചു. മാത്രമല്ല കൊള്ളയടക്കമുള്ളത് ഒരു വലിയ കളങ്കമായി അവരിൽ വന്നു. അതുകൊണ്ട് ഇനി അല്പമെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലം, ഒരിക്കലും ഇത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴല്ല എങ്കിൽ ഇത്തരത്തിലൊരു നിലപാടെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോ ഇനി പറഞ്ഞാൽ ആഴ്ചകളേ ഉള്ളൂ തെരഞ്ഞെടുപ്പിലേക്ക്. അതുകൊണ്ട് തന്നെ ഭക്തരുടെ വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമുള്ള ഒരു താൽക്കാലികമായ ഒരു നാടകം മാത്രമാണ് CPM ഈ നയം മാറ്റം. ഇത് ഇനി ഒരു അവസരം കിട്ടിയാൽ തെരഞ്ഞെടുപ്പ് അടുക്കാത്തൊരു സമയത്ത് എപ്പോഴെങ്കിലും ഇതിലെന്തെങ്കിലും തരത്തിലുള്ള നിയമ പോരാട്ടത്തിന് സാധ്യതയോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ച് പഴയ നിലപാടെടുക്കുകയും അയ്യപ്പ ഭക്തരോട് വീണ്ടും വെറുപ്പോടെയും വൈരാഗ്യത്തോടും കൂടി അവർ പെരുമാറുകയും ചെയ്യും എന്നുള്ളത് ഇവിടുത്തെ അയ്യപ്പ ഭക്തർക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. ഇത് കോടതി നടപടികളെ കരുതിക്കൊണ്ട് നമ്മൾ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാതെ CPM ആത്മാർത്ഥതയ്ക്ക് നമ്മൾ ഒരിക്കലും അംഗീകാരം കൊടുക്കില്ല. നന്ദി ടീച്ചർ. ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചറാണ് പ്രതികരിച്ചത്. ടീച്ചറും നേരത്തെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ പ്രകടിപ്പിച്ച അതേ ആശങ്ക, സമാനമായിട്ടുള്ള ആശങ്ക തന്നെയാണ് KP ശശികല ടീച്ചറും പ്രകടിപ്പിച്ചത്. എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് ഈ സമീപനത്തിൽ എന്നാണ് ഇരുവരും ചോദിക്കുന്നത്.